ആശുപത്രി കൊണ്ടുപോകാതെ പ്രസവം നടത്താൻ ശ്രമിച്ച ഷമീറെ കുട്ടിയും മരണപ്പെട്ടു. നേമത്തു നിന്നാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്. പൂന്തറക്കാരൻ നയാസിനെ പോലീസ് ഇപ്പം കസ്റ്റഡി എടുത്തു. നേരത്തെ 3 പ്രാവശ്യം സിസേറിയൻ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള പാലക്കാട്ടുകാരിയായ ആ വീട്ടമ്മ ഭർത്താവ് ആശുപത്രി കൊണ്ടുപോകാൻ മടിച്ച് അവർക്ക് സുഖപ്രസവം യൂട്യൂബിൽ നോക്കി നടത്താം എന്ന് വീമ്പിളക്കിയ നയാസ് ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പം കുട്ടിയും അമ്മയും മരണപ്പെട്ടു. പാലക്കാട് ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നായിരിക്കണം ഈ പെൺകുട്ടിയെ 36 വയസ്സുള്ള പെൺകുട്ടിയെ നയാസ് വിവാഹം കഴിച്ചത്. 3 കുട്ടികളുണ്ട്. ഇത് കൂടാതെ അയാൾ ഒരു തരത്തിലും ആശുപത്രി കൊണ്ടുപോവില്ല പ്രസവത്തിന്. ഏതായാലും നേമത്തെ കൗൺസിലർ ദീപ തൻ്റെ വാർഡിലെ ഒരു സ്ത്രീ ഗർഭവതിയായി ഉണ്ട് എന്നറിഞ്ഞിട്ട് ആ വീട്ടിൽ ചെന്നു. ജനുവരി മാസത്തിൽ ചെന്നു. ഭർത്താവ് വീട്ടിൽ കയറ്റിയില്ല. അവർ പറഞ്ഞു താന് 1 വർഷം കൊണ്ട് ഇവിടെ താമസിക്കുകയാണ് എന്ന് നയാസ് അവരോട് പറഞ്ഞെങ്കിലും കൗൺസിലർ അത് അറിഞ്ഞില്ല. പക്ഷെ അവരറിഞ്ഞപ്പോൾ ഓടിയെത്തി. സാധാരണഗതിയിൽ കേരളത്തിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ വാർഡ് കൗൺസിലറൊക്കെ അവരവരുടെ വാർഡിൽ എത്ര സ്ത്രീകൾ ഗർഭവതിയാണ്, ആ കുട്ടികളുടെ പരിരക്ഷണം, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ, ഇതെല്ലാം കൗൺസിലർമാരും പഞ്ചായത്ത് അംഗങ്ങളും സാധാരണഗതിയിൽ അന്വേഷിക്കുന്നവരാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം കേരളത്തിലുണ്ട്, പഞ്ചായത്തുകളിലുണ്ട്. അതുകൊണ്ടാണ് ദീപിക അവിടെ പോയത്. അറിഞ്ഞ ഉടനെ 8 മാസം ഗർഭവതിയാണ് ആ സമയത്ത് ഷമീറ. എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, മെഡിക്കൽ പരിശോധന വേണം എന്ന് പറഞ്ഞപ്പോൾ നയാസ് എതിർത്തു. അത് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബലം പ്രയോഗിച്ചാണെങ്കിലും വീടിനകത്ത് കയറി ആ സ്ത്രീയെ ഒന്ന് കണ്ടു. അവരൊന്നും മിണ്ടിയില്ല. അവർക്ക് ഭയമാണ് ഭർത്താവിനെ. അതിനുശേഷം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അവരുടെ വീട്ടിലെത്തിച്ചു ദീപിക. അവരെ പരിശോധിച്ചു. 3 പ്രാവശ്യവും സിസേറിയൻ ഓപ്പറേഷൻ ആയിരുന്നു ഇതിനു മുമ്പ് അവർക്ക്. അതുകൊണ്ട് ഹൈലി റിസ്കിയാണ്, അപകടമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് മാറ്റണം പറഞ്ഞിട്ട് നയാസ് കേട്ടില്ല. സുഖപ്രസവം വീട്ടിൽ വെച്ച് തന്നെ നടക്കും എന്നയാൾ വീമ്പിളക്കി. ഏതായാലും ഗർഭിണിയായ സ്ത്രീയെ തൻ്റെ വാർഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലാക്കാൻ കഴിയാതെ വന്നപ്പോണ്ടാണ് അവർ ജില്ലാ മെഡിക്കൽ ഓഫീസറെ അവിടെ വരുത്തി. ബലം പ്രയോഗിച്ചാണെങ്കിലും വാതിൽ തുറക്കാനൊക്കെ ബുദ്ധിമുട്ടിയെങ്കിലും ജില്ലാ മെഡിക്കൽ ഓഫീസർ അവരെ കണ്ടു. അപകടം മണത്തു ദീപിക എന്ന ആ കൗൺസിലർ. അവർ കൂടുതൽ ശക്തമായി ഇടപെട്ടപ്പം ആ വീട്ടിലുണ്ടായിരുന്ന 3 കുട്ടികളെ അയാളുടെ 3 കുട്ടികളെ മണക്കാടുള്ള ആദ്യ ഭാര്യയുടെ വീട്ടിലേക്ക് മാറ്റി. ഭർത്താവ് തനിച്ചായി, ഭാര്യയും തനിച്ചായി. അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തു, താൻ ആശുപത്രിയിൽ കൊണ്ടുപോകില്ല എന്ന് തീർത്ത് ദീപികയുടെ അടുത്ത് പറഞ്ഞെന്നാണ് പറയുന്നത്. അത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തത് കൊണ്ടും ഇയാൾ യൂട്യൂബിൽ ആ പ്രസവം നടത്തി യൂട്യൂബിലെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുമെന്ന് വീമ്പിളക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു നെഗ്ലിജൻസ് തന്നെയാണ്. നിയാസിനെ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. 304 IPC പ്രകാരം അയാളെ അറസ്റ്റ് ചെയ്യണം. അയാളുടെ ഭാര്യയെയും കൊച്ചിനെയും അയാൾ കുരുതി കൊടുക്കുകയായിരുന്നു. എല്ലാ ഫെസിലിറ്റിയും കേരളത്തിലുണ്ട്. എല്ലാ നാട്ടും പ്രദേശത്തും നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെയുള്ള കൗൺസിലർമാരോ അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഓരോ പഞ്ചായത്തിലും ഇതുപോലെയുള്ള വീടുകളിൽ പോയി സന്ദർശനം നടത്താൻ ജീവനക്കാരുണ്ട്. അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാനുണ്ട്. കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റിനേക്കാട്ടിലും കൂടുതൽ ഫെസിലിറ്റി ഈ കാര്യത്തിൽ കേരളത്തിലുണ്ട്. അത് ഉപയോഗിക്കാതെ അയാൾ ഹോസ്പിറ്റലിൽ ആ കുട്ടിയെ കൊണ്ടുപോകാതെ അവരെ മരണത്തിലേക്ക് അയക്കുകയായിരുന്നു. ഒരു നെഗ്ലിജൻ്റ് ആക്റ്റാണ്, റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആക്റ്റാണ്. ഇനി അവർ അടുത്ത പ്രസവത്തോടെങ്കിലും മരിക്കണമെന്ന് മനസ്സിലുണ്ടോ ഇല്ലയോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. 3 കുട്ടികളും സിസേറിയനാണ്. അതുകൊണ്ട് ഈ ഒരു പ്രസവം ഇനി അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം കഴിഞ്ഞ പ്രസവം കഴിഞ്ഞിട്ട് കഷ്ടിച്ച് ഒരു മാസമേ അല്ല 1 വർഷമേ ആയുള്ളൂ.
അതും സിസേറിയനാണ്. ആ സിസേറിയൻ ആഘാതത്തിൽ നിന്ന് ആ പാലക്കാട്ടുകാരി ഷമീറയ്ക്ക് മോചനമാകാനായില്ല. ശാരീരികമായ പരിശോധനയിൽ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസവത്തിലെല്ലാം കൊച്ചുകുട്ടികളാണ്, അത് 3 പ്രാവശ്യവും സിസേറിയനാണ്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നു കൊണ്ടാണ് ആ മരണം സംഭവിച്ചത്. കാരണം അതൊരു സിസേറിയൻ ആയിരുന്ന കുട്ടിയും അമ്മയും ജീവിച്ചേനെ. അത് ഭർത്താവ് അനുവദിച്ചില്ല. അവർ മർക്കടപുഷ്ടിയോടെ നിന്നു. അയാളുടെ ഭാഗത്ത് ഒരു വീഴ്ചയുണ്ട്. നെഗ്ലിജൻ്റായ ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. അത് 10 വർഷം തടവിന് വരെ ഭർത്താവിന് അനുഭവിക്കേണ്ടി വരും. എന്തായാലും പോലീസ് ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചില്ല എന്നൊരു ആരോപണവും അവിടുത്തെ കൗൺസിലർ പറയുന്നുണ്ട്. പോലീസ് അവിടെ വന്ന് അന്വേഷിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഹിസ്റ്ററിയുള്ള പോലീസ് ഇടപെടണം. അവരെ മറ്റുള്ളവരെയും കൂടെ ഇടപെടിച്ചിട്ട് മറ്റുള്ള സഹായത്തോടു കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർക്ക് കർശന നിർദ്ദേശം പോലീസിന് കൊടുക്കാമായിരുന്നു. നമുക്ക് ഒരമ്മയുടെയും കൊച്ചിൻ്റെയും ജീവൻ രക്ഷിക്കാമായിരുന്നു. എന്തായാലും നെഗ്ലിജൻസ് ഉണ്ട് ഈ ഭാഗത്ത്, ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന്. അതിന് യാതൊരു സംശയമില്ല. അതിലപ്പുറം ആ കുട്ടി മരിക്കട്ടെ എന്നാണ് ഇയാളുടെ ഭർത്താവിൻ്റെ ഉദ്ദേശമെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കണം. ഷമീറയുടെ മരണത്തിനും കൊച്ചിൻ്റെ മരണത്തിനും ഉത്തരവാദി ഭർത്താവ് തന്നെയാണ്, യാതൊരു സംശയമില്ല.